കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച സമയം കടന്നു പോകുമ്പോൾ വചനം ദൈവം മനസ്സിൽ നിറയ്ക്കുകയും അത് ഹൃദയം കവിഞ്ഞ് ഒഴുകുകയും ചെയ്യുന്ന ഒരവസ്ഥ എനിക്കുണ്ടാകുന്നു. അപ്പോൾ ദൈവം വചനങ്ങൾ തരുന്നത് ഓർമ്മ നിൽക്കുന്നില്ല. ഒരുപാട് വചനങ്ങൾ വന്ന് നിറയുന്നു ഓരോ നിമിഷവും. അത് ഓർമ്മ നിൽക്കാനായിട്ട് പലയിടത്തും എഴുതിയിടുന്നു. പിന്നെ ഇത് വീഡിയോ പിടിക്കാനായിട്ട് സാഹചര്യം വേണം, പിന്നെ അതിനൊരു ഉന്മേഷം വേണം, ഒരു ശക്തി വേണം. അല്ലാതെ വചനം പറയുക സാധ്യമല്ല. വെറുതെ ഒരാൾക്ക് ഇരുന്ന് വചനം പറയുക സാധ്യമല്ല കഥ പറയുമ്പോൾ. കാരണം അതിന് ദൈവത്തിൻ്റെ ഒരു പഠിപ്പിക്കൽ ഉണ്ടാവണം ആ വ്യക്തിക്ക്, എന്നാലേ അത് പറയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അയക്കപ്പെടാതെ ആർക്കും പ്രസംഗിക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വചനം തന്നെ പറയുന്നു, അയക്കപ്പെടാതെ പ്രസംഗിക്കാൻ സാധിക്കില്ല ഒരുത്തരും. അപ്പോൾ ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. യേശു പറയുന്നതാണ്. അപ്പോൾ ശാഖകൾക്ക് മുന്തിരി ചെടിയോടുകൂടെ നിലനിന്നില്ലെങ്കിൽ അവയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുക സാധ്യമല്ല. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ ദൈവം നിങ്ങളിൽ വസിക്കണമെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? നിങ്ങൾ ദൈവത്തിൽ വസിക്കുക, അപ്പോൾ ദൈവം നിങ്ങളിലും വസിക്കും. അപ്പോൾ യോഹന്നാൻ്റെ 15-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ മുന്തിരിച്ചെടിയിൽ ശാഖകൾക്ക് ഒട്ടി നിൽക്കാതെ ഒന്നിനും സ്വയമേവ ഫലം പുറപ്പെടുവിക്കുക സാധ്യമല്ല. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ കുറച്ച് സമയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം അതൊരു യൂണിഫിക്കേഷനാണ്. ഇപ്പോൾ ഭാര്യ ഭർത്താവും കൂടി ഒന്നിച്ച് ചേരുമ്പോൾ അവിടെ ഫലം പുറപ്പെടുവിക്കുകയും അവർ ഫലഭൂഷ്ടിയുള്ളവരാവുകയും ചെയ്യുന്നു. അതൊരു ഭൂലോക സത്യമാണ്, പ്രകൃതിയുടെ നിയമമാണ്. ഇത് എല്ലാ ജീവജാലങ്ങളിലും സസ്യജാലങ്ങളിലും എല്ലാം കാണുന്ന ഒരു നിയമമാണ്. ഇവിടെ ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുമെങ്കിൽ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറയുകയാണ്, 1-2 ആഴ്ച സമയം ഞാൻ ഒരു പ്രസംഗം പിടിച്ചിട്ട് കഴിയുമ്പോഴേക്കും വചനം നിറയുന്ന അവസ്ഥ ഉണ്ടാകും. പല വചനങ്ങളും വന്ന് നിറയുകയാണ്. അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെടുകയാണ്, ഇതെന്താണ്? അപ്പോൾ ദൈവം പറഞ്ഞ ഒരു ചെറിയ വചനമാണ്. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ പലതും പറയാൻ കഴിയാറില്ല. ഇത് ഒരു 3 കാര്യങ്ങൾ പിടിക്കണമെന്ന് ഇപ്പോൾ ആഗ്രഹിച്ച് ദൈവ പ്രചോദനത്തിലിരിക്കുകയാണ്. അതിൽ 1-ാമത്തെ കാര്യമാണ് പറയുന്നത്, ദൈവം നിങ്ങളിൽ വസിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ദൈവത്തിൽ വസിക്കുക എന്നുള്ളതാണ്. എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വചനത്തിൽ നിലനിൽക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തോടൊപ്പം വസിക്കുന്നവരാകുമ്പോഴാണ് നമ്മൾ വചനത്തിൽ നിലനിൽക്കുക. എന്നിൽ നിലനിന്നില്ലെങ്കിൽ നിങ്ങളെ മുറിച്ചു മാറ്റാനും കത്തിച്ചു കളയാനും ഉപകരിക്കുമെന്ന് ദൈവം പറഞ്ഞു. അപ്പോൾ ഒരുവനിൽ ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം അതിനെ അനുവദിച്ചാൽ അത് തന്നെ ദൈവം നിങ്ങളിൽ വസിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. നിങ്ങളും ദൈവവും ഒന്നായി എന്നതിൻ്റെ തെളിവാണ്. ഇപ്പം ഞാൻ ഈ ദൈവവചനം ഇതൊക്കെ പറയുമ്പോൾ ഭൂരിഭാഗം എന്നെ അറിവുള്ളവരെല്ലാവരും നീ ദൈവവചനമെല്ലാം പറഞ്ഞു, ഓക്കെ, നീ ഇപ്പോൾ വീണ് പോവും, നീ ഇപ്പോൾ തകർന്നു പോവും, തരിപ്പണായി പോവും, ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുപാടുള്ളവരെല്ലാവരും. ആരും ഓക്കെ നീ പറയുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ദൈവം നിന്നെ വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന 1-2 എന്നെ അറിവുള്ളവരിൽ ഒരാൾ പോലും ഇല്ല എന്ന് വേണം പറയാൻ. ആരുപോലും അങ്ങനെ എന്നോട് നീ പറയുന്നത് നല്ലതാണെന്ന് എന്നെ അറിയുന്നവരിൽ വളരെ 1-ഒരാളോ മറ്റോ പറഞ്ഞിട്ടുള്ളൂ. വേറെ ആരും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. കാരണം അവർ പറയുന്നത് എപ്പോഴും ദൈവം വചനം ആരെങ്കിലും പറയുമ്പോൾ ഉടനടി ചുറ്റുപാടുമുള്ളവരും നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുക. പിന്നെ ഭൂരിഭാഗം നീ വചനമൊക്കെ പറഞ്ഞപ്പോൾ ഒരടി കിട്ടുമ്പോൾ നീ വീണുകൊള്ളൂ,
നിൻ്റെ കാര്യം എത്രയേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്താനായിരിക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് എപ്പോഴും താല്പര്യം. എന്നാൽ ദൈവം നിങ്ങളിൽ വസിച്ചാൽ, നിങ്ങൾ ദൈവത്തിലും വസിച്ചാൽ നിങ്ങൾക്കുണ്ടാവുന്നൊരു അനുഭൂതിയുണ്ട്. ആ അനുഭൂതിയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഈ ഫലങ്ങൾ. ഈ ഫലം പുറപ്പെടുവിക്കുമ്പോൾ നമുക്ക് ഭാര്യ ഭർത്തൃ ബന്ധം പോലെ തന്നെയാണ് ദൈവവും ദൈവത്തിൻ്റെ വിശ്വാസി സഭയും ഒന്നിച്ചു ചേരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ദൈവം ഒന്നിച്ചു ചേരുമ്പോൾ നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടാകുമ്പോഴാണ് ആ സ്നേഹം പൂർത്തിയാകുന്നത്. നമ്മുടെ സന്തോഷം പൂർത്തിയാകുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഈ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ അവസാനം വരുമ്പോൾ, 15-ാം അധ്യായത്തിൻ്റെ അവസാനം വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് എൻ്റെ സന്തോഷം പൂർത്തിയാകാനാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം പറയുന്നുണ്ട്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന് ഇവിടെ അവസാനം പറയുന്നുണ്ട്. 15-ാം അധ്യായത്തിൽ 16, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയും ദൈവത്തോടൊത്ത് നമ്മൾ വസിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ യോഹന്നാൻ സുവിശേഷം 15:11 പറയുന്നത്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ സന്തോഷം, ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, കുട്ടികളുണ്ടായില്ലെങ്കിൽ എല്ലാവർക്കും ഒരു സങ്കടമാണ്. അയ്യോ കൊച്ചുണ്ടായില്ല. കുട്ടിയുണ്ടായി, ആ കുട്ടിയുടെ കളിയും ചിരിയും അമ്മയുടെ തലോടലും അപ്പൻ്റെ തലോടലും അപ്പൻ്റെ പരിലാളനയും ഭരണവും ഒക്കെ കൂടി വരുമ്പോൾ ആണ് സന്തോഷം, നിങ്ങളിൽ സന്തോഷം പൂർണ്ണമാകുന്നത്. ഈ സന്തോഷം പൂർണ്ണമാകുന്ന അവസ്ഥ തന്നെ യഥാർത്ഥത്തിൽ നിങ്ങളെ ഒന്നിച്ചു എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം ഇങ്ങനെ ഒരു വചനാർത്ഥം തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഫലങ്ങൾ. വചനങ്ങൾ പുറപ്പെടുകയും ദൈവരാജ്യ വചനങ്ങളെ ഫലങ്ങളായി നിറഞ്ഞു കവിയുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നത് ഈ ദൈവം ഒന്നിച്ചു ചേർന്നതിൻ്റെ അവസ്ഥയാണ് എന്ന് പറയാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്കും ഇതുപോലെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ദൈവത്തോടൊത്ത് വസിക്കുക. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വീണ്ടും ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക. ദൈവം അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ദൈവത്തോടൊത്ത് ചേരുകയും വെറുതെ കുർബാന കണ്ടു അല്ലെങ്കിൽ കുറേ കൊന്ത ചൊല്ലി ഇങ്ങനെ രാമനാമം ഹിന്ദുക്കൾ ജപിക്കുമ്പോൾ ഇതിങ്ങനെ ജപിച്ച് ഇങ്ങനെ 10,000 കൊന്ത 1000 കൊന്ത അങ്ങനെ എണ്ണത്തിൻ്റെ കട്ടി കൂട്ടി അതരവ്യായാമം കൂട്ടുന്നതിൽ പകരം നിങ്ങൾക്ക് ഫലങ്ങൾ ഉണ്ടാകട്ടെ. ഫലങ്ങൾ ദൈവം തരട്ടെ. ഫലങ്ങൾ തരുമ്പോൾ യഥാർത്ഥത്തിൽ അത് പല രീതിയിലുള്ള ഫലങ്ങളായിരിക്കാം. ഭൂരിഭാഗം ദൈവം രാജ്യത്തിൻ്റെ ഫലങ്ങൾ നിങ്ങളിൽ കാണാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് തന്നെ അറിയാം എന്നുള്ളതാണ്. കാരണം ഒരാഴ്ച സമയം 2 ആഴ്ച സമയത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഈ ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിൽ അനുഭവപ്പെടും. പല രീതിയിലായിരിക്കും അത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾ ധാരാളം പുറപ്പെടുവിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.